ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2272. ഇന്ന് മാർച്ച് മാസം 21-ാം തീയതി. ഈ ആണ്ടിലെ 80-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 34-ാം ദിനം. മറ്റുള്ളവരെ നമ്മൾ വിശ്വാസത്തിലെടുക്കാൻ മാത്രം നമുക്ക് ഒട്ടും കഴിയുന്നില്ല. എപ്പോഴും നമ്മൾ പരാജയപ്പെടുകയാണ്. മറ്റുള്ളവരെ വിശ്വാസത്തിലെടുക്കാൻ മാത്രം നന്മ നമ്മളിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അതൊന്ന് തിരിച്ചറിയാം. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. വളരെ പ്രായോഗികമതികളായവർക്ക് ഇതൊട്ടും സ്വീകാര്യമായ ഒരു നിർദ്ദേശം ആകുന്നില്ല. യേശുവിലേക്ക് തന്നെ ഒന്ന് മടങ്ങി വന്നാൽ 3 തവണ തള്ളിപ്പറഞ്ഞ ഭീരുവായ ഒരു മനുഷ്യന്റെ കരങ്ങളിൽ തന്റെ സഭ ഭദ്രമായിരിക്കുമെന്ന് വിശ്വസിച്ച യേശുവിലേക്ക് നമുക്കെന്നെത്താൻ പറ്റുമോ? ഏതിടർച്ചയ്ക്ക് ശേഷവും വീണ്ടും ഒരു ഊഴം കൂടി നൽകാൻ ഔദാര്യം കാണിക്കുന്ന യേശുവിലേക്ക് ഒന്നെത്താൻ പറ്റും. മനുഷ്യരുടെ അഗാധങ്ങളിലെ നന്മയുടെ ഉറവുകൾ കണ്ടെത്തുന്ന യേശുവിലേക്ക് ഒന്നെത്താൻ പറ്റും. യേശുവിന് പത്രോസിലുള്ള വിശ്വാസം തെറ്റിയില്ലല്ലോ. ദുർബലരെന്ന് തോന്നാവുന്ന പാവപ്പെട്ട ഈ മുക്കുവരെ നോക്കിയാണ് പിന്നീട് അക്കാലത്തുണ്ടായിരുന്ന മനുഷ്യർ ഇങ്ങനെ അത്ഭുതപ്പെട്ടത്. വേദഗ്രന്ഥത്തിലുണ്ട്, ഒന്ന് കണ്ടെത്തണം, വായിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾക്കകത്ത ഈ മനുഷ്യർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നു. അങ്ങനെയാണ് യേശുവിന്റെ പന്തിരുവരെ കുറിച്ച് അവരുടെ ആ ഒരു പ്രേക്ഷിത ശുശ്രൂഷ കണ്ട ആൾക്കൂട്ടം അഭിപ്രായപ്പെടുന്നതും അത്ഭുതപ്പെടുന്നതും. താക്കീതുകൾ ഒരാളെ പുറമെ വിധേയത്വമുള്ളവനാക്കിയേക്കാം, എന്നാൽ മനസ്സുകൊണ്ട് നമ്മെ അയാൾ നിരന്തരം പ്രതിരോധിച്ച് എതിർത്തുകൊണ്ടിരിക്കും. മനുഷ്യരെ ഉപാധികൾ കൂടാതെ വിശ്വസിക്കാനും സ്നേഹിക്കാനും കഴിയുമ്പോൾ മാത്രം ഒരാൾക്ക് മറ്റൊരാളുടെ ഉള്ളിലെ നന്മകളെ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം എന്താണെന്നറിയാം? ഓരോരുത്തരെയും കുറിച്ച് കൃത്യമായ അനുമാനങ്ങൾ രൂപപ്പെടുത്തുന്നു എന്നതാണ്. ഇനിയൊരു അത്ഭുതവും അയാളിൽ സംഭവിപ്പാൻ ഇല്ലെന്ന മറ്റും. എന്നോ ഒരിക്കൽ വന്നുപോയ ഇടർച്ചയെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ഒക്കെ നിരന്തരം ഓർമ്മിപ്പിച്ച് നന്നാകാനുള്ള അവസാനത്തെ പഴുതുകൂടി അടച്ചു കളയുന്ന ക്രൂര വിനോദത്തിലാണ് ഏതാണ്ട് ഭൂരിപക്ഷം മനുഷ്യരും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് ക്രിസ്തുയേശു ഏതൊരാളെയും ഒന്ന് മോചിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ മേൽ നമുക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ? ഒന്നുമില്ല. ഇനി എന്തെങ്കിലും അവകാശം നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മേലെ അതെന്താണെന്നറിയാം? അയാളിലുള്ള നന്മയെ പുറത്തു കൊണ്ടുവരാനുള്ള ചുമതല മാത്രമാണ്. അത് നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തിയ ക്രിസ്തുയേശുവിനെ കുറച്ചും കൂടി നോമ്പിന്റെ വെളിച്ചത്തിൽ അടുത്തറിയാൻ, അങ്ങനെ നമ്മളെ ഒന്നും കൂടി ഒന്ന് തിരിച്ചറിയാൻ ഏതൊരാൾക്കും സാധിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.